നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ചക്കിട്ടപ്പാറ സെന്റ് ആന്റണീസ് LP സ്കൂൾ വേറിട്ടൊരു ഓണപരിപാടി സംഘടിപ്പിച്ചു. രക്ഷിതാക്കൾക്ക് കുട്ടികൾ തന്നെ റോസാപ്പൂ നൽകിയും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു താമസിക്കുന്നവർക്ക് ഓണസമ്മാനവും നൽകിയാണ് സ്കൂൾ നാടിന് മാതൃകയായത്. ചക്കിട്ടപ്പാറ സെന്റ് ആന്റണീസ് LP സ്കൂൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ ഒരുമിപ്പിച്ച് വിപുലവും വ്യത്യസ്തവുമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നിർധനരായ അമ്മമാരെ പ്രത്യേകമായി ആദരിക്കുകയും അവർക്ക് ഓണക്കോടി സമ്മാനിക്കുകയും ചെയ്തു. വിദ്യാലയത്തിലെ കുട്ടികളുടെ മുത്തശ്ശി മുത്തശ്ശന്മാരെയും പ്രത്യേകമായി ആദരിച്ചു. പൂർവ്വ അധ്യാപികയായ ത്രേസ്യാമ്മ കൊയിലിടം പഴയകാല ഓണത്തിന്റെ ഓർമ്മകളും അനുഭവങ്ങളും കുട്ടികളുമായി പങ്കുവച്ചു. പന്തുകളി, ഇങ്ങനെ പലതരത്തിലുള്ള കളികളുമായിട്ട് പിന്നെ അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത്തം മുതൽ വീട്ടുമുറ്റത്ത് പൂക്കളമിടുന്ന സമ്പ്രദായം. അതിനുവേണ്ടി നമ്മുടെ ഇന്നത്തെ പോലെ പൂക്കൾ വാങ്ങുകയല്ല, പറമ്പിക്കൂടെയും പാടത്തൂടെയും നടന്ന് തുമ്പപ്പൂ അതുപോലെയുള്ള പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് മുറ്റത്ത് പൂക്കളമിടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പൂക്കളത്തിന് കടയിലോട്ട് ചെല്ലുക, പൂ വാങ്ങുക, അതുകൊണ്ടാണ് പൂക്കളമിടുന്നത്. അപ്പോൾ മഹാബലിയെ വരവേൽക്കാൻ വളരെ കൗതുകത്തോടും സന്തോഷത്തോടും കൂടി കുട്ടികളും മുതിർന്നവരുമെല്ലാം അത്തം മുതൽ ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരും ആഹ്ലാദഭരിതരായിരുന്നു. സ്കൂൾ മാനേജർ ജേക്കബ് കപ്പലുമാക്കൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. മഹത്തായ ഒരു സന്ദേശം ഒരിക്കൽ കൂടി ഓർമ്മിക്കാൻ വേണ്ടിയാണ്. എന്താണ് ആ സന്ദേശം? മഹാബലിയുടെ കാലത്ത് മനുഷ്യരെല്ലാം ഒന്നായിരുന്നു. വർണ്ണവിവേചനമില്ലാതെ, പണക്കാരൻ വലിയവരെന്നില്ലാതെ എല്ലാ മനുഷ്യരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹായിച്ചും പരസ്പര സഹകരണത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കലാണെന്ന്. പഞ്ചായത്ത് പ്രസിഡന്റ് മോളി തോമസ് മുഖ്യാതിഥിയായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ദീപ മാത്യു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിതേഷ് മുതുകാട്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മനോജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൊയ്തീൻ കോടേരി, PTA പ്രസിഡന്റ് രമേശ് KG, വാർഡ് മെമ്പർ ബിന്ദു ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അധ്യാപകരായ ബിപിൻ ജോർജ്, നുസ്രത് EP, അലൻ റോയ്, ശിൽപ P, മെറിൻ ജോർജ്, സിസ്റ്റർ ദീപ, അലോണ ജോൺസൺ, ആൻലിസ, ജോർജ് ടെസ്സ സജി, അതുല്യ ജോർജ്, ഫ്രെഡിന സെബാസ്റ്റ്യൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. വിവിധ ഓണക്കളികളും കലാപരിപാടികളും അരങ്ങേറി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാരി വ്യവസായി മേഖലകളിലുള്ളവർ, മാധ്യമപ്രവർത്തകർ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി പേർ ഓണസദ്യയിലും ആഘോഷ പരിപാടികളിലും പങ്കെടുത്തു.
ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്മമാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ വടംവലി മത്സരവും അതേപോലെ കസാര കളിയും അങ്ങനെ കുറെ കളികളൊക്കെ ഉണ്ടായിരുന്നു. അവര് തോക്കുകയും ചെയ്യുകയും എല്ലാം ഉണ്ടായിരുന്നു. സ്നേഹത്തോടെ രക്ഷിതാക്കളെയും പിന്നെ അവരുടെ അമ്മമാരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കുട്ടികളെ നമ്മൾ അവർക്ക് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര.